വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം തുടങ്ങി കോൺഗ്രസ്. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വൈകാതെ മണ്ഡലത്തിലെത്തും. ഇതിന്റെ ഭാഗമായുള്ള പാർലമെന്റ് മണ്ഡലം തല നേതൃയോഗം കോഴിക്കോട് മുക്കത്ത് നടന്നു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ചട്ടപ്രകാരം വയനാട് ഒഴിഞ്ഞതോടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരുന്നു. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും ഏറെ സമയം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം തുടങ്ങിയത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ യോഗമാണ് മുക്കത്ത് സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്ക് നൽകിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കണമെന്ന് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. രാജ്യമാകെ ഉറ്റുനോക്കിയ ഭീതിജനകമായ അന്വേഷണം നടന്നൊരു പാർലമെന്റ് ആയുധങ്ങളില്ലാതെ അടരാടികളാണ് നമ്മൾ കോൺഗ്രസ്സുകാർ. ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്തവണ്ണം നീതി നിഷേധിക്കപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാകെ ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിച്ച ഒരു ഇലക്ഷൻ നേതാക്കന്മാരെ ഒന്നാകെ കൂറുമാറ്റി, ബ്ലാക്ക്മെയിൽ ചെയ്ത് കൂറുമാറ്റി അവരുടെ പാളയത്തിൽ കൊണ്ടുപോയി. ഇല്ലാത്ത നേതാക്കന്മാരെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിലടച്ച് തിരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് നിലനിൽക്കുമോ എന്നുള്ള ചിന്തയിലായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ള ആളുകൾ. ഭരിക്കുന്നില്ലെങ്കിലും ജയിച്ച മുന്നണിയായിട്ട് ഇന്ത്യ മുന്നണി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വിശേഷം. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി, AP അനിൽകുമാർ MLA തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവമ്പാടി, വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളാണ് നേതൃസംഗമത്തിൽ പങ്കെടുത്തത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. അപ്പോഴാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും തുടങ്ങിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ വൈകാതെ തന്നെ മണ്ഡലത്തിലെത്തിക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇന്ന് നേതൃയോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? തീർച്ചയായും എന്തായാലും ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ദിവസങ്ങളല്ല, മാസങ്ങൾ തന്നെ അവശേഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ മുന്നൊരുക്കം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത്. കോൺഗ്രസ് ആണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ നിന്നു കൂടാതെ റായ്ബറേലിയിൽ നിന്നും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആ മത്സരിച്ചതിൻ്റെ പിന്നാലെ തന്നെ അദ്ദേഹം രണ്ടിടങ്ങളിൽ നിന്നും മൃഗീയമായ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെടുന്നു. സ്വാഭാവികമായും ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി നിയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു. മാത്രമല്ല, ചട്ടപ്രകാരം ഏതെങ്കിലും ഒരു മണ്ഡലം മാത്രമാണ് നിലനിർത്തേണ്ടത്. സ്വാഭാവികമായും അത് ഇന്ത്യയുടെ രാഷ്ട്രീയ പരിതസ്ഥിതി വെച്ചുകൊണ്ട് ഉത്തരേന്ത്യ നിലനിർത്തുന്നതാണ് ഉചിതം എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലും കോൺഗ്രസ് നേതൃതലത്തിലും അത്തരമൊരു ചർച്ച വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തുകയും വയനാട് ഒഴിയുകയും ചെയ്യുന്നു. ആ വയനാട് ഒഴിഞ്ഞപ്പോൾ പ്രിയങ്ക ആ സമയം തന്നെ തൻ്റെ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കന്നി അംഗത്തിന് വയനാട് കളമൊരുങ്ങുകയാണ്. ആ കളമൊരുങ്ങുന്നതിന് മുന്നോടിയായിട്ട് മുന്നൊരുക്കം തന്നെ കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഇനി ബൂത്ത് തലങ്ങളിൽ സജീവമാകും. മാത്രമല്ല, വീടുകൾ കയറി ആളുകളെ കാണും. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാളും ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉറപ്പാക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇതെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത് ഇപ്പോൾ ഏകദേശം 1.5 ആഴ്ചയോളമായി കേരളത്തിൽ തന്നെ കഴിയുന്ന AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം ചികിത്സയിലാണെങ്കിൽ കൂടിയും അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് KC വേണുഗോപാലാണ്, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം കേരളത്തിലേക്ക് ഇടയ്ക്കിടെ എത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇന്നലെ മുക്കത്ത് ഈ കോൺഗ്രസിൻ്റെ നേതൃയോഗം, അതായത് മണ്ഡലം ബ്ലോക്ക് തല വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള നിലമ്പൂർ, ഒപ്പം തന്നെ ഏറനാട്, വണ്ടൂർ, ഒപ്പം തിരുവമ്പാടി നിയോജക മണ്ഡലങ്ങളിലുള്ള മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളുടെ ഒരു നേതൃസംഗമം നടന്നത്. ഇതിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി കോൺഗ്രസ്.
പ്രിയങ്ക ഗാന്ധിയെ ഉടൻ തന്നെ മണ്ഡലത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR.